ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു സാമ്പാറായിട്ടാണ്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സാമ്പാറും കൊണ്ടാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് കുക്കറിലിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരൊറ്റ വിസിലിൽ നമുക്ക് വേവിക്കാം. ഒറ്റ വിസിലിൽ തന്നെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇടാം. മുരിങ്ങക്കായ ഉണ്ട്, മത്തനുണ്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. വെണ്ടക്ക ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, അത് നമുക്ക് മാറ്റി വെക്കാം. പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിലോട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെണ്ട ഞാൻ ചേർത്തിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അവസാനം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒറ്റ വിസിലിൽ വേവിക്കുക. ആ വെന്ത പച്ചക്കറിയിലോട്ട് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് മൊരിച്ചെടുക്കണം. അതിനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ചേർക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് നമ്മുടെ ഈ സാമ്പാറിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ തന്നെ ഈ അരപ്പിലോട്ട് നമ്മൾ ആ പൊടികളൊക്കെ ചേർത്തിട്ട് കൂട്ടി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ വെണ്ടക്ക വറുത്ത് വെച്ച വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 5-6 ചുവന്ന മുളകും ഇട്ടിട്ടുണ്ട്. കൂടെ കറിവേപ്പിലയും. ഇനി എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ്, അതായത് 1 മുറി തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടെ ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നത് സാമ്പാറിന് ടേസ്റ്റ് കൂടും. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ കായവും ഇത് ചേർത്തിട്ട് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങ നല്ലോണം വറവായിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റ് ചെറിയ ചൂടിൽ ഒന്നും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കുക. ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുക. സാമ്പാറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുക. നമ്മുടെ സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്ത വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. ഇന്നലെ അരച്ച് വെച്ച ദോശമാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ റാഗിയുടെ ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെ ഈ ദോശയെ നമുക്ക് ചുട്ടെടുക്കാം. 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും 1/2 കപ്പ് റാഗിയും കൂടെ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച് 1 കപ്പ് ചോറും കൂട്ടി അരച്ചിട്ടുള്ള മാവാണിത്. ഇന്നലെ രാത്രി അരച്ച് വെച്ചതായിരുന്നു. നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറും ദോശയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും കാണാം.